ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മിൽക്ക് പേടയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് പറയാം. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് പാലാണ്. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ കൂടെ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാൽപ്പൊടിയും 1 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ വേണ്ടത് നെയ്യാണ്. നെയ്യ് 2 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കായ് പൊടിച്ചതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ചേർക്കാം. നെയ്യ് ചെറുതായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഈ പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്തതിന് ശേഷം ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പാൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കാം. പാൽപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. പാൽപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടണം ഇത്. അതിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞു. പാൽ ചെറുതായിട്ട് കട്ടിയായി വരുന്നുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചൊരു 30 മിനിറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതൊരു ക്രീമി ടെക്സ്ചറായി വരും. കണ്ടില്ലേ, കുറച്ചുകൂടി ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 50 മിനിറ്റെല്ലാം ഇളക്കി കഴിയുമ്പോഴേക്കും ഇത് പാനിൽ നിന്ന് വിട്ടുവരുന്ന പാകമാവും. ഇപ്പോൾ കണ്ടില്ലേ, പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട. ഇതൊന്ന് തണുത്തതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ലൂസായി പോകും. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് സമയം തണുക്കാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് കുറച്ച് തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പാകമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും ഏലക്കായ് പൊടിച്ചതെല്ലാം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതൊക്കെ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഏലക്കായ് പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ചെറുതായിട്ട് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ പേടയും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിന് ഫോർക്ക് വെച്ചിട്ടൊരു ഡിസൈൻ കൊടുക്കാം. പിന്നെ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ആക്കാം. പിന്നെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് പല ഡിസൈനിലുള്ള പേടകൾ കാണാൻ പറ്റും. എൻ്റെ മോളുടെ കൂടെ ഡിസൈൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ പല ഡിസൈനിലുള്ള പേടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം ഇളക്കണം എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമാത്രമല്ല, വീട്ടിൽ തന്നെ ഉള്ള ഐറ്റംസ് കൊണ്ടാണല്ലോ ഇതുണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വേണം തോന്നിയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഈ
ടേസ്റ്റി പേട നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്